ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്ക് ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ 2-3 ദിവസമായി വീഡിയോ ഒന്നാമത് എന്തെല്ലോ തിരക്കുകളാണ് കേട്ടോ. പിന്നെ കല്യാണങ്ങളും വീട് കൂടലും അങ്ങനെ എന്തൊക്കെയോ തിരക്കാണ്. അപ്പോൾ അൽഹംദുലില്ലാ, വീണ്ടും നമ്മൾ 1500-ആം നമ്മളെ മുത്തുനബീൻ്റെ ജന്മദിനമൊക്കെ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് പ്രമാണിച്ചിട്ട് അതിനെ വരവേറ്റുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ നമ്മളെ വീടൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്ത് ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ രാവിലെ എണീച്ച് സുബഹിസ്കാരെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നല്ലൊരു നൈസ് പത്തിരിയാണ് ഇന്നത്തെ നാശ്ത. അപ്പോൾ എന്നും ഞാൻ പ്രസ്സിലമർത്തിയിട്ട് റൊട്ടിയാണ് കേട്ടോ ചുടൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് വിചാരിച്ച് പരത്തി ചുടാമെന്ന് വിചാരിച്ചിട്ട് നല്ല നൈസ് പത്തിരി പരത്തുകയാണ് കേട്ടോ. അപ്പോൾ നോക്കും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കും നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനും ഒരിതാണല്ലോ അല്ലേ. അപ്പോൾ നോക്കും പൊടി വാട്ടലും കുഴക്കലൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് പരത്തിയിട്ടൊക്കെ സൈഡൊന്നും പൊട്ടാതെ കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ ഇതിന് വേണ്ടത് ശരിക്കും കോഴിച്ചാറാണ്. വറുത്തരച്ച നല്ലൊരു കോഴിച്ചാറുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസ് കുറുമയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുട്ടികൾ സ്കൂളിലേക്കെല്ലാം പോയി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ച് പൈൻ്റ് ഉണ്ടായിന് കേട്ടോ കൊടുന്ന് വെച്ചത്. അപ്പോൾ ആ പൈൻ്റ് ഞാൻ എന്താക്കി എൻ്റെ മോനോട് പറഞ്ഞു, സിധുവിനോട് പറഞ്ഞു, എടാ നമുക്ക് അതൊന്ന് ഏതൊക്കെയാണ് വേണ്ടാത്തതെന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് പെരൻ്റെ ഉള്ളിൽ കിച്ചൺ ഇപ്പം നമ്മളെ വർക്ക് ഏരിയ ഒക്കെ വല്ലാതെ ചീത്താവില്ല. വേറെ എല്ലാം ഒന്നും അങ്ങനെ എൻ്റെ അല്ലാത്ത അടുക്കള പിന്നെ അടുക്കളൻ്റെ ഇപ്പുറം ഒരു അടുക്കളുണ്ട്, വർക്ക് ഏരിയൻ്റെ ഇപ്പുറം ഒരു അടുക്കള ഉണ്ടാവുള്ളൂ. അത് ഫുള്ള് ടൈലായതുകൊണ്ട് അത് ചുമരല്ല. അപ്പോൾ ഈ ചുമര നല്ല ചൊത്ത പിടിച്ചിനേനു കേട്ടോ, നല്ല വടക്കായിനേനു. അപ്പം ഞാനും മോനും കൂടി അതൊന്ന് അടിച്ച് സെറ്റാക്കണ്ട. മേലൊക്കെ എന്തായാലും നമുക്ക് അടിക്കാൻ കഴിയൂല, വൃത്തിയേടായിട്ടും ഇല്ല. ഇപ്പോൾ ഒരു കൊല്ലം ആയിട്ടല്ലേ ഉള്ളൂ അടിച്ചിട്ട്. അപ്പോൾ അത് വൃത്തിയേടായിട്ടില്ല. താഴേക്ക് പറഞ്ഞ കുട്ടികൾ ഇങ്ങനെ അത് ഇതും തൊട്ടിട്ടും സ്റ്റോർ റൂമിൽ നമ്മൾ അരക്കുന്ന സമയത്ത് പിന്നെ ഇതൊക്കെ ജ്യൂസൊക്കെ അടിച്ചിട്ട് കുട്ടികൾ തെറിപ്പിച്ചിട്ടൊക്കെ ഈങ്ങീനേനു. അപ്പോൾ ഏതാച്ചാലും ഉണ്ടല്ലോ ഇതിനൊക്കെ. ഇപ്പം ഇനി വേറെ ഒരാൾ ആവശ്യമൊന്നുമില്ല. ഇനി പെയിൻറ്റിങ്ങാരൊക്കെ കണ്ടിട്ട് ഇനി വിളിക്കുമെന്നാവോ, അതപ്പം എൻ്റെ ഒരു പേടി. വിളിക്കൂലായിരിക്കട്ടെ, ആരും വിളിക്കണ്ട കേട്ടോ. പിന്നെ വെറുതെ പറഞ്ഞതാണേ. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും ജസ്റ്റ് ഒരു മോജ് കമൻ്റ് ഇട്ടാലും മതി കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ഒരു മോജ് ഒരു കമൻ്റ് ഇട്ടാലും മതി, നിങ്ങളിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ എനിക്കിപ്പോൾ എന്താണെന്നാവോ പറ്റുന്നില്ല, എന്തെല്ലോ തിരക്കുകളാണ്, എഡിറ്റ് ചെയ്യാനും നേരമില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനത്തെ പുറത്തിൻ്റെ ബോർഡിന് മാത്രമേ ഈ കളർ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി വെച്ച പെയിൻറ്റ് ഞാൻ അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു. അതാണ് പഠിക്കണത്. അപ്പോൾ ഇവിടെ കുഞ്ഞിപ്പോൾ ഇക്ക വന്നിട്ട് നമ്മളിത് അടിക്കാൻ തുടങ്ങുമ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇക്ക വന്നിട്ട് എല്ലാം കൂടി പുറത്താക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കൊളായിട്ട്. നമ്മൾ നോക്കുമ്പോൾ ഇല്ല, സിധു അതൊക്കെ സെറ്റാക്കണുണ്ട്. നമ്മളെ സിധു ഉണ്ടാകുമ്പോൾ ഇതിന് പേടിയല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ സെറ്റാക്കിയത് പൂച്ചേൻ്റെ ഇത് വെച്ചൊക്കെ മായം ചെയ്തിട്ട് മണ്ണൊക്കെ പിടിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ബൾബൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, ഡിം ബൾബൊക്കെ കൊടുന്ന് വെച്ചിട്ട് അതൊക്കെ തൂക്കണം. അപ്പോൾ നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ നബിദിനത്തിനെ വരവേൽക്കൽ, നിങ്ങൾ വീട് ഇതൊക്കെ കമൻറ്റ് ചെയ്യും.